ശേഷം ഫോട്ടോ എടുക്കാനായിട്ട് ദേവാലയത്തിന്റെ മുന്നിൽ വന്നു. ആ സമയത്ത് വന്നു നിൽക്കുന്ന സമയത്ത് എന്ന് കഴിച്ചാൽ ഒരു 9 മണിയുണ്ടോ, വലിയ വെയില്, കർമ്മേമില്ല, ഒന്നുമില്ല, മഴയുടെ ആരംഭമില്ല, ശക്തമായ വെയില്. അപ്പോൾ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് മറവച്ചിട്ട് തലയിലെ ചോറായിട്ട് വെച്ചിട്ടുണ്ടാവാനായിട്ട് ചൂട് വന്നപ്പോൾ ഞാൻ ഉറച്ചു വെച്ചു. കുറേപ്പോ ഒരു പുറത്ത് ചെയ്തു. പക്ഷെ എനിക്കൊരു ഗുണം പറയാനെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഈ പ്രശംസിച്ച് പറയല്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന കൂടായ്മ വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചൊരു ക്ലാസ് എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ സഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നിനക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന ചോദ്യം മനസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന കഴിയില്ല. അതെന്റെ മനസ്സിലാക്കാൻ കൂട്ടി വന്നു. എനിക്ക് സഹിക്കുവാൻ, ഈ വെയിലിന് സഹിക്കുവാൻ കഴിയുന്നില്ലേ? എന്റെ യേശുവിനെ എനിക്ക് സ്വീകരിക്കുമ്പോൾ ഈ വെയിലിൽ ഞാൻ സഹിക്കുന്നു. എനിക്ക് വിശുദ്ധം വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. അത് തടസ്സമായി കിടക്കുന്നതിനെ അതിജീവിക്കുവാൻ മാതാവെ എനിക്ക് വേണ്ടി കൂട്ടായിട്ട് മാതാവ് പരിശ്രമിയോട് വാസിച്ചുകൊണ്ട് അങ്ങനെ ഈ സഹനങ്ങൾ പഠിക്കേ ഈ വെയില്, സഹനം, ഈ ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റാതിരിക്കുന്നത് ഞാൻ സഹിക്കുന്നു. മാതാവെ യേശുവിന് വേണ്ടി വചനം എനിക്ക് വായിക്കണം, എനിക്ക് പഴയതുപോലെ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് ഉള്ളിൽ ആരും പറയാതെ ചിന്തിച്ചുകൊണ്ട് ചൂട് അനുഭവപ്പെട്ടൊരു പ്രാവശ്യമുണ്ട്. അതിന്റെ ഗുണമാണ്, ദൈവികമായ ഒരു ഇടപെടലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കും മറ്റൊരു വ്യക്തിക്കും മാത്രമായില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ഒരു വിളി നമ്മൾ സഹനങ്ങളോട് കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്യാൻ നിൽക്കുമ്പോൾ കർത്താവിന് വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടി നാം തയ്യാറാവണം. ഏത് അവസ്ഥയിലാണെങ്കിലും വചനം വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും ദൈവം അത് അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ആയിക്കോട്ടെ, വചനം തൊടാൻ വിശ്രമം 1.5 മാസം തൊടാൻ സാധ്യതയില്ല, ദൈവ മഹത്വത്തിന് വേണ്ടി ആയിക്കോട്ടെ അങ്ങനെ പ്രാർത്ഥിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 വചനം നമ്മൾ കർത്താവിലേക്ക് നമ്മൾ ആ വചനത്തിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യം ഉണ്ടാകുമോ അതിനെല്ലാം അതിജീവിക്കുവാൻ വിശുദ്ധത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. വെളിപാട് 3-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്ത് എല്ലാവർക്കും അറിയുന്നതും സന്തോഷമായിട്ട് ചൂടും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വസ്തു ആപ്പിളായിക്കോട്ടെ, ഒരു പഴമായിക്കോട്ടെ, എന്തെങ്കിലും മിഠായിക്കോട്ടെ, ഇത് നമ്മൾ കഴിക്കും. ഭക്ഷണമായിട്ട് ഉപ്പില്ലാത്തവർക്ക് എന്തെങ്കിലും ഭക്ഷണമായിട്ട് കഴിക്കുന്നു. ഇത് നമ്മുടെ വായിൽ കഴിക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് തോന്നുന്നു വെച്ചാൽ നമ്മൾ ചൂടോ തണുപ്പെടുത്താം. അതിനൊരു ടേസ്റ്റ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വിഴുങ്ങും, അത് തൊപ്പിക്കായോ. എന്ന പ്രകാരം ചൂടോ തണുപ്പോ നിനക്കില്ലെങ്കിൽ, ഈ പ്രാർത്ഥനാനുഭവത്തിൽ എത്തുന്നില്ലെങ്കിൽ, നിന്റെ അവസ്ഥയെ നീ അനുഭവിക്കുന്നില്ലെങ്കിൽ, നീ ദൈവത്തോടു കൂടി അയക്കുവാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി നീ ഉണരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. അവൻ ഈ ചൂടോ തണുപ്പോ ഉള്ളവനാകാൻ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പഴയതുപോലെ എനിക്ക് കടന്നു പറയുവാൻ എങ്ങനെ സാധിക്കും എന്ന് ജീവിതത്തിൽ പറയുന്നത് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്ക്. വെളിപാട് 2:5 പറയുന്നത് അതിനാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനോ പാപസാഹചര്യത്തിൽ പെട്ടുകഴിയുമ്പോൾ നിനക്ക് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊന്ന് ഒരു കെണി നിന്റെ വീടുണ്ടെങ്കിൽ, വീട് കിടക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യത്തെ പ്രവർത്തനം ചിന്തിക്കണം. നീ എങ്ങനെയായിരുന്നു നീ പാപസാഹചര്യത്തിൽ നീ വീണു? ഇതിന് 1.5 മാസമായിട്ട് നിനക്ക് പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ വായിക്കുവാൻ കഴിയുന്നില്ല, നിനക്ക് വീണ്ടും എന്റെ വഴിക്ക് കടന്നു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യത്തെ പ്രവർത്തികൾ ചൂടുള്ളവനോ തണുപ്പുള്ളവനായി നീ ആദ്യത്തെ പ്രവർത്തികൾ നീ ചെയ്യണം. എന്തായിരിക്കും? നിന്റെ പാപത്തിൽ വീഴുന്ന അവസ്ഥ എന്താണോ അതിലേക്ക് നീ